ഇന്ന് ഈ സത്യഗ്രഹ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അദ്ദേഹം കുറച്ച് നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു. നമുക്കറിയാം, വർക്കലയിൽ ഇലകമൺ പഞ്ചായത്തിൽ ഭക്ഷ്യ വിഷബാധയേറ്റ് ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിച്ചിരിക്കുന്നു. 4-5 പേർക്ക് ഒരു കുടുംബത്തിൽ തന്നെയുള്ള 4-5 പേർ ഭക്ഷ്യവിഷബാധയേറ്റ് ഗുരുതരമാർന്ന സാഹചര്യത്തിൽ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഭക്ഷ്യവിഷബാധയേറ്റ് കിടക്കുന്ന ആ വീട്ടിലും ആശുപത്രിയിലും പോയ ശേഷമാണ് അദ്ദേഹം സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത്. സിദ്ധാർത്ഥന്റെ കൊലപാതകം സമാനതകളില്ലാത്ത ഒരു കൊടും ക്രൂരതയാണ്. കേരളത്തിന്റെ കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രൂരതകൾ നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. നമുക്കറിയാം, 1990-കളിൽ KT ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന അന്നത്തെ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ 1999 ഡിസംബർ 1-ാം തീയതി അദ്ദേഹത്തെ മൊകേരി UP സ്കൂളിൽ പിഞ്ചോമനകളുടെ മുന്നിലിട്ട് അതിക്രൂരമായിട്ട് കൊല ചെയ്ത ലോക മനസാക്ഷിയെ ഇന്നേ വരെ ആ ഞെട്ടലിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. താലിബാനിലോ ആഗോള ഭീകരവാദികളുടെ ഏതെങ്കിലും സങ്കേതത്തിലോ പ്രാകൃത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ ക്ഷേത്രങ്ങളിലോ പോലും നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള കൊടിയ ക്രൂരതയാണ് KT ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലവിളിച്ച സമയത്ത് CPM-കാർ കേരളത്തിൽ അനുവർത്തിച്ചത്. 5-6 ക്ലാസുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് കണക്കധ്യാപകനെ തുണ്ടമായിട്ട് വെട്ടി നുറുക്കിയ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് ഇട്ടിട്ട് ആ അധ്യാപകന്റെ ചുടുചോര കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് എറിയുന്ന ആ ഭീകരതയ്ക്ക് നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തിന്റെ പേര് SFI എന്നാണ്, CPM എന്നാണ്. 1996 സെപ്റ്റംബർ മാസം 16-ാം തീയതി ആലപ്പുഴയിലെ പരുമല എന്ന് പറയുന്ന സ്ഥലത്ത് ദേവസ്വം ബോർഡ് കോളേജിനുള്ളിൽ അനൂപ് PS, കിം കരുണാകരൻ, സുജിത്ത് എന്ന 3 ABVP പ്രവർത്തകർ, അതിൽ അനൂപ് PS നമ്മുടെ സിദ്ധാർത്ഥനെ പോലെയായിരുന്നു. അനൂപ് PS നല്ല പാട്ടുകാരനായിരുന്നു. അനൂപ് PS നല്ല വയലിൻ വായിക്കുന്നവനായിരുന്നു. അനൂപ് PS കുഞ്ഞുങ്ങൾ വിദ്യാർത്ഥികളുമായിട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കുന്ന വ്യക്തിയായിരുന്നു. അനൂപ് PS ക്രിക്കറ്റ് താരമായിരുന്നു. അനൂപ് PS ആ കോളേജിലെ മുഴുവൻ കുട്ടികളുടെയും ഹൃദയം കവർന്ന് അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ജയിച്ച വ്യക്തിയാണ്. അങ്ങനെ കഴിവുകൊണ്ട് ആ കോളേജിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള യുവാവായിരുന്നു അനൂപ് PS. ആ അനൂപ് PS-നെയും കിം കരുണാകരൻ, സുജിത്ത് എന്ന 3 കുഞ്ഞുങ്ങളെ ആ പമ്പയാറ്റിലേക്ക് മുക്കിക്കൊന്ന കൊടിയ ഭീകരത SFI അനുവർത്തിച്ച കേരളത്തിലെ ഭീകരതയാണ്. ആ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി കേരളത്തിലുണ്ടായിരുന്നു. ആ പാർട്ടിയുടെ പേര് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, ആറ്റിൽ ചാടിയപ്പോൾ പാന്റിന്റെ പോക്കറ്റിൽ വെള്ളം കയറി മുങ്ങി ചത്തുപോയതാണ് ആ 3 കുട്ടികൾ എന്ന് പറയാൻ പറ്റുന്ന നീചവർഗത്തിൽപ്പെട്ടവന്മാരാണ് ഈ കേരളത്തിലെ CPM എന്ന് നമ്മളെന്നറിയൂ. അതുപോലെ തന്നെ KT ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ കൊല വിളിച്ചിട്ട് ആ ജയകൃഷ്ണനെ കൊന്ന കൊലയാളികൾക്ക് ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ച് ആനയിച്ച് ജയിലിൽ നിന്ന് മോചിതനായ ശേഷം അതേ സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആക്കിക്കൊണ്ട് അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും ജനങ്ങളുടെ സമനിലയെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിൽ ക്രൂരത കാണിച്ച പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നീചവും ബീഭത്സകരവുമായിട്ടുള്ള കൊലപാതക രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ ഇരയാണ് നമ്മുടെ ഈ നാടിന്റെ പൊന്നോമന പുത്രനായിട്ടുള്ള സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥന്റെ വീട്ടിൽ BJP ആദ്യമെത്തിയ നേതാവ് നമ്മുടെ ശ്രീ V മുരളീധരനാണ്. കേന്ദ്രമന്ത്രി V മുരളീധരനാണ്. അദ്ദേഹം ആ വീട്ടിലെത്തുന്ന സമയത്ത് ആ അമ്മയ്ക്ക് ഒന്ന് തലപൊക്കി നോക്കാനുള്ള ശേഷി പോലുമില്ലാതെ കിടന്ന് നിലവിളിക്കും, മാറത്തടിച്ച് നിലവിളിക്കുന്ന അമ്മയെയാണ് അന്ന് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്.
അതിനുശേഷം BJPയുടെ നിരവധി നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്കെത്തി അച്ഛനുമായിട്ട് ജയപ്രകാശുമായിട്ട് സംസാരിച്ചു. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥന്റെ അമ്മാവൻ ശിവവുമായിട്ട് സംസാരിച്ചു. സിദ്ധാർത്ഥന്റെ അമ്മയുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ വനിതാ നേതാക്കന്മാർ വന്ന് സംസാരിച്ചു. ആ അമ്മ പറയുകയാണ്, ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇതേ കൊലയാളികൾക്ക് ഞാൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ വന്നപ്പോൾ ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു. 2 നാളുകൾ ഇതേ കൊലയാളികൾ എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞിനോടൊപ്പം വന്ന് താമസിച്ചു. ആ കൊലയാളികളുമായിട്ട് എന്റെ ഭർത്താവ് ഈ തിരുവനന്തപുരം കാണിക്കാനായിട്ട് കൊലയാളികൾക്ക് തിരുവനന്തപുരം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ എന്റെ വീട്ടിൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച കാപാലികന്മാരാണ് എന്റെ കുഞ്ഞിനെ 3 ദിവസം പട്ടിണിക്കിട്ട് അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയത് എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരഞ്ഞ് നിലത്തേക്ക് വീഴുന്ന അമ്മയെ നിങ്ങൾക്ക് നെടുമങ്ങാട് കാണാം. സിദ്ധാർത്ഥന്റെ അമ്മയെ കാണാം. സിദ്ധാർത്ഥന്റെ അച്ഛന് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. ഈ നെടുമങ്ങാട്ടിലെ ജനതയെ മുഴുവൻ തന്നെ ഇളിഭ്യരാക്കിക്കൊണ്ട്, നെടുമങ്ങാടിലെ ജനതയെ മുഴുവൻ തന്നെ അപമാനിച്ചുകൊണ്ട്, നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വീട്ടിന്റെ പടിക്കൽ കാപാലികന്മാർക്ക് നേതൃത്വം നൽകുന്ന ഇവിടത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജോയിയുടെ നേതൃത്വത്തിലുള്ള CPM സംഘം ഒരു ബോർഡ് കൊണ്ടുവച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അവിടെ ഇരിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ CPM-ന്റെ ജില്ലാ നേതൃത്വം കൊണ്ടുവച്ച ബോർഡ് എന്താണ്? ശ്രീ ജോയ് ഉത്തരം പറയണം. SFI-കാരനായിട്ടുള്ള സിദ്ധാർത്ഥനെ അരിൻകൊല ചെയ്ത അക്രമകാരികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ജോയിയുടെ നേതൃത്വത്തിലുള്ള CPM കാപാലിക സംഘം അവിടെ കൊണ്ടുവച്ച ബോർഡ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സിദ്ധാർത്ഥനെ കൊന്ന 18 പ്രതികളാരാ? സിദ്ധാർത്ഥനെ അവിടെ പരസ്യ വിചാരണ ചെയ്ത 100 കണക്കിന് വരുന്ന SFI-കാരന്മാര്, ആ SFI-കാരന്മാരുടെ നേതാക്കന്മാരായിട്ട് ആ കോളേജിന്റെ യൂണിയൻ ചെയർമാൻ ഇല്ലായിരുന്നോ? SFI-യുടെ ജില്ലാ കമ്മിറ്റി മെമ്പറിലെ യൂണിയൻ ചെയർമാൻ, ആ കോളേജിന്റെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഇല്ലായിരുന്നോ? SFI-യുടെ ജില്ലാ നേതാവല്ലേ? അവിടുത്തെ കോളേജ് യൂണിറ്റിന്റെ SFI-യുടെ പ്രസിഡന്റ് ഇല്ലായിരുന്നോ? കോളേജ് യൂണിറ്റ് സെക്രട്ടറി ഇല്ലായിരുന്നോ? SFI-യുടെ മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്നല്ലേ ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻ ഡേ, പ്രണേതാക്കളുടെ ദിനമാണ് വാലന്റൈൻ ഡേ. ആ വാലന്റൈൻ ഡേ മുതൽ ഫെബ്രുവരി 18 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ സിദ്ധാർത്ഥനെ അരിങ്കൊല ചെയ്യാൻ വേണ്ടിയുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് ഒരു സാധാരണ വിദ്യാർത്ഥിയല്ല. ഞാൻ ചോദിച്ചു, ശ്രീ ജയപ്രകാശ് അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥൻ വെറ്റിനറി എടുക്കാൻ തയ്യാറായത് എന്ന് ചോദിച്ചു. നെടുമങ്ങാടുകാരായിട്ടുള്ള സിദ്ധാർത്ഥനെ കൂട്ടി വളർത്തിയ, സിദ്ധാർത്ഥനെ കൈപിടിച്ചു വളർത്തിയ, സിദ്ധാർത്ഥനോടൊപ്പം നടന്നിട്ടുള്ള നെടുമങ്ങാട്ടുകാർക്കറിയാം സിദ്ധാർത്ഥൻ ഒരു തികഞ്ഞ ആനപ്രേമിയാണ്. ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനയോടൊപ്പം നടക്കുകയും ആനയെ പരിപാലിക്കുകയും ആനയുടെ പുറകെ നടക്കുകയും ചെയ്യുക എന്നുള്ളത് സിദ്ധാർത്ഥന്റെ ഒരു ഹോബിയായിരുന്നു. വെറ്റിനറി കിട്ടിയ സമയത്ത് സിദ്ധാർത്ഥൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞത്, ദൈവം എനിക്ക് തന്നതാണ് വെറ്റിനറി എന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് ആനയോടുള്ള സ്നേഹം കാരണം അതിനെയൊക്കെ നോക്കാൻ വേണ്ടിയുള്ള മെഡിക്കൽ വിഭാഗമാണിത്, അതുകൊണ്ട് അത് കിട്ടിയത് ദൈവം എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ കയറിയത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് ബെറ്റർമെന്റ് ചെയ്ത് MBBS-ന് പഠിക്കാൻ സാധിക്കുമായിരുന്നു, ബെറ്റർമെന്റ് ചെയ്ത് BDS-ന് ചേരാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ട, എനിക്ക് മൃഗപരിപാലനം തന്നെ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചത് ഒരു പാഷനായിട്ടാണ്, അതിനോടുള്ള ഒരു വാഞ്ചയോടുകൂടിയാണ്. അങ്ങനെ വെറ്റിനറി ഡോക്ടറായി മാറാൻ വേണ്ടി ആഗ്രഹിച്ച വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയിട്ടുള്ള സിദ്ധാർത്ഥൻ വയലിൻ പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ വരുന്ന സമയത്തും കോളേജിൽ പോകുന്ന സമയത്തും വയലിൻ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയ സിദ്ധാർത്ഥ് പ്രസംഗകൻ എന്ന നിലയിൽ അവിടുത്തെ കുട്ടികളെ മുഴുവൻ തന്നെ ഹരം കൊള്ളിക്കുന്ന ഉജ്ജ്വല പ്രസംഗകൻ, പെൺകുട്ടികളോടൊപ്പം തന്നെ പാടാൻ സാധിക്കും
പറയുന്ന അനുഗ്രഹീതനായിട്ടുള്ള ഒരു പാട്ടുകാരൻ, ഏത് ഡാൻസ് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന മെയ്വഴക്കമുള്ള ഒരു ഡാൻസർ. അങ്ങനെ ആ കോളേജിലെ SFI-കാരന്മാരായിട്ടുള്ള ഈ കാപാലിക സംഘത്തിനില്ലാത്ത സകല കഴിവുകളും സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഈ നാട്ടുകാരന്, ഈ നാടിന്റെ അഭിമാനമായിരുന്ന ആ യുവാവിനുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ആ യുവാവിനുണ്ടായിരുന്നു. അങ്ങനെ സകല കഴിവുകളുമുള്ള ദൈവം അനുഗ്രഹിച്ച് സകല കഴിവും നൽകിയ ഈ നാടിന്റെ ഒരു മഹത്തായിട്ടുള്ള വാഗ്ദാനമായിട്ട് മാറാൻ സാധിക്കുമായിരുന്ന 20കാരനായിട്ടുള്ള ഒരു കുരുന്നിനെയാണ് ഈ കാപാലിക സംഘം, SFI എന്ന് പറയുന്ന ക്രിമിനൽ സംഘം, സാമൂഹ്യ വിരുദ്ധ സംഘം, സാംസ്കാരിക വിരുദ്ധ സംഘം കൊണ്ടിരിക്കുന്നത്. 3 ദിവസം അദ്ദേഹത്തെ ആക്രമിച്ചു. 3 ദിവസം എവിടെയൊക്കെ ഇട്ട് ആക്രമിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ബെൽറ്റുകൾ പൊട്ടുമാർ അദ്ദേഹത്തെ അടിച്ചു. അതോടൊപ്പം തന്നെ കുടിവെള്ളം പോലും നൽകിയില്ല, ഭക്ഷണം നൽകിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവർ അടിക്കാൻ പിടിച്ച ദിവസം മുതൽ മരിക്കുന്ന ദിവസം വരെ 3 ദിവസം ഒരു തുള്ളി വെള്ളമോ ഒരു ആഹാരമോ ആ യുവാവിന് നൽകിയിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഒരു കൊഴുത്ത ദ്രാവകം മാത്രമാണ് അദ്ദേഹത്തിന്റെ ആമാശയത്തിലുണ്ടായിരുന്നത്. ഭക്ഷണം കിട്ടാതെ, ഭക്ഷണം കൊടുക്കാതെ, കുടിവെള്ളം കൊടുക്കാതെ, പരസ്യ വിചാരണ ചെയ്ത് ലിഞ്ചിഞ്ചായിട്ട് ഒരു 20കാരനെ തെരുവിലിട്ട്, ഹോസ്റ്റലിലിട്ട്, അതുപോലെ തന്നെ ദുരൂഹമായ സ്ഥലങ്ങളിലിട്ട് ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ മനുഷ്യനായിട്ടുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? മനുഷ്യനായിട്ടുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? ഒരു അമ്മയ്ക്ക് പറഞ്ഞ ഏതെങ്കിലും യുവാവിന് സാധിക്കുമോ? ഒരു കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ഏതെങ്കിലും ഒരാളിന് സാധിക്കുമോ? സാധിക്കുമെന്ന് നമ്മളുടെ കേരളം പറയുന്നു. SFI-കാരന് സാധിക്കും, ചെക്കൊടി പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് സാധിക്കും. ഈ രാജ്യത്ത് മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ നീചവർഗമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ ഈ കൊടിയ ക്രൂരത ഇത്തരത്തിലുള്ള യുവാക്കളോട്, പിൻചോമനകളോട്, സർഗശേഷിയുള്ളവരോട് കാണിക്കാൻ സാധിക്കൂ എന്ന് ഇനി കേരളം മനസ്സിലാക്കി. ഈ കൊടിയ ക്രൂരതയ്ക്കെതിരെ കേരളം പ്രതികരിച്ചില്ല എങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പല്ല പ്രധാനം. ഈ കേരളത്തിന് മുന്നോട്ട് പോകണം. തെരഞ്ഞെടുപ്പുകൾ 2024 വരും, 2025 വരും, 26 വരും, 29 വരും. പക്ഷെ ഈ കേരളം ഇനിയും മുന്നോട്ട് പോകണം. കേരളം ഇത്തരത്തിൽ കാപാലിക വർഗത്തിന്റെ കരങ്ങളിലേക്ക് ഇനിയും അകപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സർവ്വവിധമായിട്ടുള്ള ഐശ്വര്യവും നിഹരിക്കപ്പെടാൻ പാടില്ല, നിഷേധിക്കപ്പെടാൻ പാടില്ല, നശിപ്പിക്കപ്പെടാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന സാംസ്കാരിക ബോധം ഈ കേരളത്തിൽ ഉണർന്നു വരേണ്ടിയിരിക്കുന്നു, ഉയർന്നു വരേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ സത്യഗ്രഹ സമരത്തിന്റെ ആധാരമായിട്ടുള്ള വസ്തുത എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾ പോലും മാറ്റിവെച്ചിട്ട് മനുഷ്യത്വത്തിന്റെ മഹനീയമായിട്ടുള്ള ചേതോവികാരം ഉയർത്തിക്കൊണ്ട് നെടുമങ്ങാടിന്റെ മണ്ണിൽ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം അതുകൊണ്ടാണ്. ഈ മുരളീധരൻ മാത്രമല്ല, BJP-യുടെ ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ആ സിദ്ധാർത്ഥന്റെ വീട്ടിൽ സന്ദർശിച്ചു. മുൻ ഗോവ ഗവർണർ, മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ ആ വീട് സന്ദർശിച്ചു. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ അവിടെ എത്തി. BJP-യുടെ മുഴുവൻ നേതാക്കന്മാരും ആ വീട്ടിലെത്തി ആ സമൂഹത്തിനോട് ഐക്യദാർഢ്യപ്പെട്ടു. ഞങ്ങൾ ഐക്യദാർഢ്യപ്പെട്ടിട്ട് ഞങ്ങൾ പറയുന്നു, സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും മുന്നോട്ട് പോകുവാൻ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ആ കുടുംബത്തിനോടൊപ്പം എക്കാലത്തും ഉണ്ടാകുമെന്ന് ഇത് ഈ വേദിയിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടി ഈ കുടുംബത്തിന് ഉറപ്പു നൽകുകയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ നീതി നൽകും. നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ അരുമ മകനെ നൽകുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ആ അരുമ മകന് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നൽകുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ കാപാലിക സംഘത്തിന്റെ കഴുത്തുറുങ്കിലടച്ചു ഈ നരാധമ വർഗത്തെ ഈ കേരളത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് മുടിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ മുന്നേറ്റം
അതുപോലെ തന്നെ ഈ അക്രമകാരികളെയും കൊലപാതകങ്ങളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് സാധിക്കുന്ന പാർട്ടിയാണ് നരേന്ദ്ര ദാമോദർ മോദിയുടെ പാർട്ടി. അതോടൊപ്പം തന്നെ അമിത്ഷാജിയുടെ പാർട്ടി, ഭാരതീയ ജനതാ പാർട്ടിക്ക് അത് സാധിക്കും. അത് ഞങ്ങൾ സാധിപ്പിക്കുന്നത് വരെ ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ബിജെപിയുടെ നേതാക്കന്മാർ വിശ്രമരഹിതമായി അതിനുവേണ്ടി പോരാടും, അതിനുവേണ്ടി പ്രവർത്തിക്കും. ആ സന്ദേശമാണ് ഇന്ന് നെടുമങ്ങാടിന്റെ ഈ ചരിത്രപ്രസിദ്ധമായ നെടുമങ്ങാടിന്റെ മണ്ണിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വി മുരളീധരൻ കേരളത്തിനോട് പറയുന്നത്. ആ സന്ദേശമാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അതാണ് കുടുംബത്തിന്റെ ആവശ്യം, അതാണ് ബിജെപിയുടെ ആവശ്യം, അതാണ് ഈ നാടിന്റെ ആവശ്യം. ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തണം. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണം നടത്തണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വേങ്ങൻ പോലീസുകാരൻ പറഞ്ഞിരിക്കുന്നു, കൊലപാതകമല്ല, ആത്മഹത്യയാണെന്ന്. 20 വർഷം വളർത്തിയെടുത്ത അമ്മ പറയുന്നു, എന്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല. 20 വർഷം കൂടെ ഒരു കൂട്ടുകാരനെ പോലെ കൊണ്ടുവരുന്ന അച്ഛൻ ജയപ്രകാശ് പറയുന്നു, എന്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല. ആ സിദ്ധാർത്ഥന്റെ മകൻ പവൻ പറയുന്നു, എന്റെ ചേട്ടൻ ആത്മഹത്യ ചെയ്യില്ല. പവനും ജയപ്രകാശനും ഷീജയ്ക്കും അറിയാത്ത കാര്യം ഇവിടുത്തെ എസ്.പിക്ക് എങ്ങനെ അറിയാം? സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തു എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരാ നിങ്ങൾ പറയുന്നത്? സിദ്ധാർത്ഥനെ കൊന്നവരെ മുഴുവൻ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? സിദ്ധാർത്ഥനെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ മുഴുവൻ നരാധമന്മാരെയും നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നോ? സിദ്ധാർത്ഥനെ കൊന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുമെന്ന ഒരു തെണ്ടിയായിട്ടുള്ള ഡീൻ ഉണ്ടല്ലോ ആ യൂണിവേഴ്സിറ്റിയിൽ, അവനെ നിങ്ങൾ കൈവിലങ്ങ് അറിയിച്ചോ? അവനെ പ്രതിയാക്കിയോ? ഡീൻ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡീനാണ് അവിടുത്തെ മോഹൻ. ആ മോഹൻ ഈ കൊലപാതകത്തിന് പിന്നിലെ എവരൊക്കെ അധ്യാപക വേഷം ധരിച്ച് ഒരുമാതിരി മൂന്നാംകിട തെരുവ് ഗുണ്ടകളെ പോലെ പ്രൊഫസർമാരായിട്ടും അധ്യാപകന്മാരായിട്ടും സർവകലാശാലയിൽ മോനരുളി സർവകലാശാലയുടെ വിദ്യാഭ്യാസത്തിന്റെ സംസ്കാരത്തെ മുഴുവൻ തച്ചുടക്കുന്ന ഈ നാറിയ നീച വംശജന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഏഴാം കൂലികളായിട്ടുള്ള ഈ പ്രൊഫസർമാരുണ്ടല്ലോ, ഇവന്റെയൊക്കെ മീശയുടെ രോമങ്ങൾ ഓരോന്നായിട്ടും പിഴുതെടുക്കണം ഈ കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനത എന്ന് പറയേണ്ടി വരിക. അവരെയൊക്കെ ആരാ? അധ്യാപകൻ എന്ന് പേരിട്ടിരിക്കുന്നത്, ഗുരുനാഥൻ എന്ന് പേരിട്ടിരിക്കുന്നത് ആരാ? സ്വന്തം ശിഷ്യനെ കൊല്ലാൻ വേണ്ടി തീവ്രവാദികൾക്കും അക്രമകാരികൾക്കും കൂട്ടുനിൽക്കുന്ന ഡീനെയും അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും ഒക്കെ കല്യാണം വെച്ച് ജയിലിൽ അടപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള മുന്നേറ്റം നടക്കണമെങ്കിൽ പിണറായി വിജയന്റെ പീറ പോലീസ് അത് ചെയ്യോ? പിണറായി വിജയന്റെ പീറ പോലീസ് ചെയ്യോ? പിണറായി വിജയന്റെ പോലീസ് പറയുന്നത് ആത്മഹത്യ എന്നല്ലേ? ആത്മഹത്യാ കുറ്റത്തിനല്ലേ കേസെടുത്തിരിക്കുന്നത്? ആത്മഹത്യാ കുറ്റത്തിന് കേസെടുത്ത് വെച്ചിട്ട് ഇവിടത്തെ ഈ കേരളത്തിലെ പോലീസ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി നൽകുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല, കഴിയില്ല, സാധിക്കില്ല. ഇത് എസ്.എഫ്.ഐക്കാർ മാത്രം നടത്തിയ കൊലപാതകമല്ല. പ്രിയപ്പെട്ടവരെ, 12:30 മണിക്കാണ് സിദ്ധാർത്ഥന്റെ ശവശരീരം തൂങ്ങിക്കിടക്കുന്നത് കണ്ടത്. 12:30 മണിക്ക് സിദ്ധാർത്ഥന്റെ ശവശരീരം തൂങ്ങിക്കിടക്കുന്നത് കണ്ട ഡീൻ ഓടിത്തന്നെ ചെയ്തതെന്താ? സിദ്ധാർത്ഥന്റെ അമ്മയെയോ അച്ഛനെയോ അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ അവിടെയുള്ള തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന്റെ ലോക്കൽ ഗാർഡിയനെയോ അറിയിക്കുകയില്ലായിരുന്നു. ആ ഡീൻ ചെയ്തത് അവിടെയുള്ള പോലീസ് ഓഫീസർ അറിയിക്കുകയില്ലായിരുന്നു. ആ ഡീൻ എന്ന് പറയുന്ന ക്രിമിനൽ ചെയ്തത് റൂം ചവിട്ടി തുറന്നു എന്ന പേരിൽ റൂമിനകത്ത് കയറിയിട്ട് തൂങ്ങി മരിച്ചു നിൽക്കുന്ന ആ യുവാവിനെ കെട്ടെടുത്ത് താഴെയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അയാളുടെ സൗകര്യാർത്ഥം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്താ ഇതാണോ നിയമം? ഈ നെടുമങ്ങാട് സാധാരണ വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യൻ ഒരിടത്ത് ചെല്ലുന്ന സമയത്ത് ഒരാൾ തൂങ്ങി മരിച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ
മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ അവിടുത്തെ ഡോക്ടർമാര്, മൃഗ ഡോക്ടർമാരാണെങ്കിലും മനുഷ്യ ഡോക്ടർമാരാണെങ്കിലും ഒരാൾ മരിച്ചോ എന്നറിയാനുള്ള സാമാന്യ ശാസ്ത്രബോധമൊക്കെ എല്ലാവർക്കുമില്ലേ? അങ്ങനെ ശാസ്ത്രബോധമുള്ള ഡോക്ടർമാരടങ്ങുന്ന അവിടുത്തെ സംഘം എന്തിനു വേണ്ടിയാണ് തെളിവ് നശിപ്പിച്ചുകൊണ്ട് ആ മരണപ്പെട്ട് നിൽക്കുന്ന ആ ബോഡി അഴിച്ചു താഴേക്കിട്ട് തെളിവ് നശിപ്പിച്ച് അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് വൈകുന്നേരം 4:30 മണിക്കാണ്. 12:30 തൂങ്ങി മരിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ 4 മണിക്കൂർ കൊണ്ട് സർവ്വ തെളിവുകളും നശിപ്പിക്കാൻ ഈ ഡീനും അസിസ്റ്റന്റ് പ്രൊഫസറും വൈസ് ചാൻസലറും ക്രിമിനലുകളായിട്ടുള്ള SFI-കാരനും ഒക്കെ കൂട്ടുനിന്നു എന്നതിന് മറ്റെന്തെങ്കിലും തെളിവ് ഞങ്ങൾ പറയേണ്ടതുണ്ടോ? മറ്റെന്തെങ്കിലും തെളിവ് ഞങ്ങൾ പറയേണ്ടതുണ്ടോ? അങ്ങനെ 4 മണിക്ക് ശേഷം പ്രിയപ്പെട്ടവരെ, ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, ഇത് ആരാ പരാതിപ്പെട്ടത്? ഇത്രയും വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായിട്ട് ഒരു യുവാവ് കൊല ചെയ്യപ്പെടുന്നു. 3 ദിവസം നിരന്തരമായിട്ട് മർദ്ദിക്കുന്നു, പല സ്ഥലത്ത് വെച്ച് മർദ്ദിക്കുന്നു. ഇതെല്ലാം മലയാളികളായിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. പലരും വീഡിയോ എടുത്തു എന്നാണ് അറിയുന്നത്. പക്ഷേ കണ്ടവരാരും പുറത്തു പറഞ്ഞിട്ടില്ല, കേട്ടവരാരും പുറത്തു പറഞ്ഞിട്ടില്ല. എടുത്ത വീഡിയോ ഒന്നും പുറത്തു വന്നിട്ടില്ല, എടുത്ത ഓഡിയോ ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്താ കാരണം? ഇന്ന് സിദ്ധാർത്ഥെങ്കിൽ നാളെ അത് പുറത്തു വിടുന്നു. ഇന്ന് സിദ്ധാർത്ഥനെയാണ് ഞങ്ങൾ കൊന്നതെങ്കിൽ നാളെ സിദ്ധാർത്ഥനെ കൊന്നത് കണ്ടവൻ ആരാണോ അവനെ ഞങ്ങൾ തട്ടും. അതുകൊണ്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ല, ആ കോളേജിലെ ഒരു യുവാവും കണ്ടിട്ടില്ല എന്ന് SFI-കാരൻ പറഞ്ഞു. കണ്ടാൽ നിന്റെ കഥ കഴിഞ്ഞു. ആ കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയും ഇത് കണ്ടിട്ടില്ല എന്ന് പറയണം. കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഞങ്ങൾ നശിപ്പിക്കും. ആ കോളേജിലെ ഒരു അധ്യാപകനും ഇത് കണ്ടിട്ടില്ല എന്ന് പറയണം. കണ്ടെന്ന് ഏതെങ്കിലും അധ്യാപകൻ പറഞ്ഞാൽ അവനെയും അവന്റെ കുടുംബത്തെയും നശിപ്പിക്കും എന്ന തിട്ടൂരമാണ് SFI ആ ക്യാമ്പസിൽ നടപ്പാക്കുന്നത്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയും മലയാളം അറിയുന്ന ഒരു വിദ്യാർത്ഥിയും മലയാളം അറിയുന്ന ഒരു വിദ്യാർത്ഥിനിയും മലയാളികളായ ഒരു അധ്യാപകനും സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന 20-കാരനും മനുഷ്യത്വത്തിന് നിരക്കാത്ത വിധത്തിൽ കൊടിയ കൊലപാതകം നടത്തിയ ഈ SFI-കാരുടെ അരിങ്കൊല പുറത്തു പറയാൻ തയ്യാറായിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ മലയാളി എന്ന നിലയിൽ ലജ്ജിച്ച് തലതല്ലി ചാടണം ഈ കേരളത്തിലെ ആൾക്കാർ. ഈ കേരളത്തിലെ സാംസ്കാരിക കുറെ നായകരുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ AKG സെന്ററിൽ അടുക്കളയിൽ നിന്ന് എച്ചിൽ കഷണം തിന്നതിന് ശേഷം നിന്ന് കുലക്കുന്ന കുറെ നാറിയ നായകരുണ്ടല്ലോ ഈ കേരളത്തിലെ സാംസ്കാരിക നായകർ. ഈ നായകരൊന്നും കുറച്ചു കണ്ടില്ലല്ലോ. ഈ നായകർ ആരെങ്കിലും കുറച്ചോ? സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന 20-കാരൻ അരിങ്കൊല ചെയ്തതിൽ പ്രതിഷേധിച്ച് ഏതെങ്കിലും നായ ഈ കേരളത്തിൽ കുറച്ചോ? ഇല്ല. ഒരു നായയും കുറച്ചില്ല, ഒരു വിദ്യാർത്ഥിയും പരാതി കൊടുത്തില്ല. പരാതി കൊടുത്തത് ആരെന്നറിയോ? വിവരമില്ലാത്ത ഉത്തരേന്ത്യൻകാരായിട്ടുള്ള 3 യുവാക്കൾ. ഉത്തരേന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന മലയാളം അറിയാത്ത ആ കോളേജിൽ പഠിക്കുന്ന ഉത്തരേന്ത്യക്കാരായിട്ടുള്ള 3 വിദ്യാർത്ഥികളാണ് പരാതി കൊടുത്തത്. ആ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഉത്തരേന്ത്യക്കാരോട് പുച്ഛമാണ്. നിങ്ങൾ പറയുന്നു സംസ്കാരം മുഴുവൻ പിണറായി വിജയന്റെ മോൾ വീണാ വിജയന്റെ വാനിറ്റി ബാഗിലാണെന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത്. അങ്ങനെ സംസ്കാരത്തെ കുറിച്ച് വാദോടെ പ്രസംഗിക്കുന്നതിന്റെ കമ്മ്യൂണിസ്റ്റുകാര് ഉത്തരേന്ത്യയിലെ 3 യുവാക്കളാണ് ഈ റാഗിങ്ങിനെ കുറിച്ചും സിദ്ധാർത്ഥിന്റെ വിരോധാനത്തെ കുറിച്ചും പരാതി നൽകുന്നത്. ആ 3 യുവാക്കൾ നൽകിയ പരാതി കേരള പോലീസിനല്ല, അങ്ങ് ഡൽഹിയിലെ UGC-ക്കാണ് 3 യുവാക്കൾ പരാതി